അമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ എപ്പോഴും സന്തോഷമായിരിക്കുക. വേറെ ഒന്നിനെക്കുറിച്ചോ ആലോചിക്കേണ്ട, ഉത്കണ്ഠപ്പെടേണ്ട. നമുക്കൊക്കെ ഉള്ള പ്രശ്നം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷനാവും. നമ്മൾ എന്തിനെക്കുറിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്തൊക്കെയാണ് ചോദിക്കേണ്ടത്? 100,000 കാര്യങ്ങളാണ് നമ്മളെ മനസ്സിലേക്ക് വരുന്നത്. പലപ്പോഴും ചോദിക്കേണ്ട കാര്യം വിട്ടുപോകും. ദൈവം ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരും, ചോദിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഒരെണ്ണം ചോദിച്ചിട്ട് വിടില്ല. അത് മാർത്ത വഴി ഈശോ നമ്മളോട് പറഞ്ഞ ലൂക്ക 10:41 ഈ കുറേ കാര്യത്തെക്കുറിച്ച് ഉത്കണ്ഠയാണ്. അപ്പോൾ ദൈവത്തോട് എന്ത് ചോദിക്കണമെന്ന് അമ്മയോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കണം. ഈ ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലൊരു കുറച്ച് തെറ്റായ ധാരണയുണ്ട്. കുറേ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പ്രാർത്ഥന രീതിയാണ് ഉടമ്പടി എന്നാണ് പലവരും വിചാരിച്ചിരിക്കുന്നത്. അതില്ല. അത് നിങ്ങൾക്ക് ഒരു അനുഭവത്തിന് വേണ്ടിയിട്ടാണ്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കുറേ അനുഗ്രഹങ്ങൾ കിട്ടപ്പെടുന്നത്. ഉടമ്പടി വഴി നമ്മൾ ദൈവമായിട്ട് അടുക്കുക ചെയ്യണം. അമ്മ മാതാവ് നമ്മൾ മനസ്സുകൊണ്ട് പലരും ദൈവമായിട്ട് ദൂരെയാണ്. അമ്മ ആഗ്രഹിക്കുന്നത് അവൻ പറയുന്നത് ഇങ്ങ ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവമായിട്ട് അടുക്കുമ്പോഴാണ് അത് ചെയ്യാൻ സാധിക്കുക. എന്തിനാ ദൈവമായിട്ട് അടുപ്പിക്കുന്നത്? നമ്മൾ ആഗ്രഹം അത് മാത്രമേ പാടുള്ളൂ. എനിക്ക് സ്വകാര്യ ബന്ധം ദൈവമായിട്ട് വേണം, പേഴ്സണൽ റിലേഷൻ. ശ്രദ്ധിച്ച് കേൾക്കുക, അത് പേഴ്സണൽ റിലേഷൻ. അതിനൊരു ഗുണമുണ്ട്. ദൈവമായിട്ട് സ്വകാര്യ ബന്ധം നമ്മൾ സ്ഥാപിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈശോയിൽ വിശ്വസിക്കുന്നത് വഴി യോഹന്നാൻ 1:12 അവൻ്റെ മകനും മകളുമാകാൻ ഉള്ള അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുക. പഴയ നിയമത്തിൽ മകനും മകളുമാകാനുള്ള ദൈവം പിതാവാണെന്ന് നമുക്കാർക്കും അറിയില്ല. ഈശോ ആണ് നമ്മളെ പഠിപ്പിച്ചത്. നീ എന്തിനാ വിഷമിക്കുന്നത്? ദൈവം നിൻ്റെ അപ്പനാണ്. അച്ഛനറിയാം മക്കൾ വിഷമിക്കുന്നത് അച്ഛന് സഹിക്കില്ല. അപ്പം ദൈവത്തിൻ്റെ കൂടെ നിൽക്കാനാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അത് ദൈവം ഓരോരുത്തരെയും നമ്മൾ വിളിക്കുകയാണ്. ആ വിളി അറിയണം. അതിനാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് പറയണം. നമ്മൾ ഓരോരുത്തരുടെ ആഗ്രഹവും അതായിരിക്കണം. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ലിസ്റ്റിൽ ഞാൻ ഉണ്ടാകണം. അത് തിരഞ്ഞെടുക്കപ്പെട്ടവരെന്താ? തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് വെച്ചാൽ എന്താ? ദൈവത്തിൻ്റെ ദാസനും ദാസിയായിരിക്കണം. ദൈവത്തിൻ്റെ ദാസൻ. യേശുക്രിസ്തു ദാസരായിരുന്നു. പിതാവിൻ്റെ ദാസരായിട്ട് നമുക്ക് കാണിച്ചു തന്ന. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ നമ്മൾ ഉണ്ടായില്ല എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ നിന്നെ ഈ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മളെ പലവരുടെയും പ്രശ്നം, ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ വന്നതാണെങ്കിലും നമ്മൾ ഉൾക്കണ്ട, പലവരുടെ ഉൾക്കണ്ടുള്ളത് ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നോട് ആൾക്കാർക്ക് വെറുപ്പാണ്.
എന്നെ വീട്ടിലാരും മനസ്സിലാക്കണില്ല, ഭർത്താവ് മനസ്സിലാക്കണില്ല, ഭാര്യ മനസ്സിലാക്കണില്ല, മക്കൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ ഒരു തെറ്റും ചെയ്യാതെ തന്നെ എന്നെ വെറുക്കുകയാണ് ആൾക്കാർ. ഇങ്ങനെയുള്ള അനുഭവം ഉള്ളവരെല്ലാവരും അവർക്കൊരു ബോധ്യം ഉണ്ടാകണം. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ലിസ്റ്റിൽ വന്നു കഴിഞ്ഞ് നമ്മളായിരിക്കും വേണ്ട, നമ്മൾ എന്ത് പറഞ്ഞാലും ആയിരിക്കും മനസ്സിലാകില്ല. നമ്മളെ കുറച്ചില്ലാത്ത എല്ലാം പറയും. നമ്മളോട് ആയിരിക്കും സ്നേഹമില്ല, ഈ ലോകത്തിൽ ആയിരിക്കും സ്നേഹമില്ല. യോഹന്നാൻ 15:19-20 ഈശോ പറയുകയാണ്, നീ ഈ ലോകത്തിൻ്റെ ആണെങ്കിൽ ഈ ലോകം നിന്നെ സ്നേഹിക്കും. ഞാൻ നിന്നെ ഈ ലോകത്തിലിരുന്ന് തിരഞ്ഞെടുത്തിരിക്കുക. ഈ ലോകം നിന്നെ വെറുക്കും. എന്നെയാണ് ആദ്യം ഈ ലോകം വെറുത്തത്. അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ആ അനുഭവത്തെക്കുറിച്ച് സങ്കടപ്പെടുന്നത് വിട്ടിട്ട് സന്തോഷിക്കുക. ഞാൻ ഈ ലിസ്റ്റിലായി കിട്ടിയിട്ടുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ലിസ്റ്റിലായി കിട്ടിയിട്ടുണ്ട്. അതേപോലെ അനാവശ്യമായിട്ടുള്ള സഹനങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ കടന്നു പോകും. അതും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ലിസ്റ്റിലുള്ളതാണ്. എന്തിനാണ് ഞാൻ ഈ സഹിക്കുന്നത്? ഇതുകൊണ്ട് എനിക്ക് എന്ത് ലാഭം? ഒരു ലാഭമില്ലാത്ത കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ കൂടി കടന്നു പോകും. അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇത് ദൈവത്തിൻ്റെ രഹസ്യമാണ്. ഇതിൻ്റെ അകത്താണ് അനുഗ്രഹമുള്ളത്. നമ്മൾ ബലഹീനതയിലായിരിക്കും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ലിസ്റ്റിലുള്ളവർ. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ എന്ത് ചെയ്താലും അത് പരാജയമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്തോരം പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾ ദൈവം നമുക്ക് തോന്നും, എൻ്റെ പ്രാർത്ഥന എന്താ കേൾക്കപ്പെടാത്തത്? അത് നമ്മളെ ബലഹീനതയിലാണ്. ദൈവം ആഗ്രഹിക്കണമെന്ന് നിന്നെ സമ്പന്നനാക്കണം. ദൈവം നമ്മളെ നോക്കുമ്പോൾ ഈ ലോകം നോക്കുന്ന സമ്പന്നത വേറെ, ദൈവം നോക്കുന്ന സമ്പന്നത വേറെയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നീ സമ്പന്നനായിരിക്കണം. ലൂക്ക 12:21 ഈശോ പറയുക, നീ ദൈവത്തിൻ്റെ മുമ്പിൽ സമ്പന്നനായിരിക്കുക. അപ്പോൾ ദൈവം നോക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിനക്ക് എന്തോരം കൃപ ഡെപ്പോസിറ്റ് ഉണ്ട്. കൃപയിലാണ് നീ സമ്പന്നത ഉണ്ടാകാൻ നിനക്ക്. ഇതൊക്കെ എന്തിനാ ദൈവം എന്തിനാ ആഗ്രഹിക്കുന്നത്? നിനക്ക് കൃപ തരണം, നിന്നെ സമ്പന്നതയിലേക്ക് വളർത്തണമെന്ന്. ഇതൊരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ. ഇതായിരിക്കണം നമ്മളെ ആഗ്രഹം. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരെയും ആഗ്രഹം ദൈവത്തോട് പറയണം, ദൈവമേ നിൻ്റെ മുമ്പിൽ എന്നെ സമ്പന്നനാക്കണേ. ദൈവം സമ്പാദ്യം തരും, സ്വർഗത്തിൻ്റെ സമ്പാദ്യം. ഈ ലോകത്തിൻ്റെ സമ്പാദ്യമല്ല, സ്വർഗത്തിൻ്റെ സമ്പാദ്യം ദൈവം തരും. എന്തിനാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നത്? ദൈവത്തിൻ്റെ ജോലി ചെയ്യാൻ. ദൈവത്തിൻ്റെ ജോലി ചെയ്യണമെങ്കിൽ നിങ്ങളിൽ കൃപ ഉണ്ടാകണം, സമ്പാദ്യം ഉണ്ടാകണം. കൃപയുടെ സമ്പാദ്യം നിങ്ങളിൽ ഉണ്ടാകണം. അത് കൃപയുടെ സമ്പാദ്യം എങ്ങനെയാണ് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക? ഇതെല്ലാം ഞാൻ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കിത് എന്തുകൊണ്ടാണ് പറയണമെന്ന് തോന്നിക്കുക. പക്ഷേ ഒരു പ്രാവശ്യം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഞാൻ മനസ്സിലാക്കി തരാം, പ്രതിഫലവും ഞാൻ മനസ്സിലാക്കി തരാം.
അപ്പോൾ എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുക? അത് നമ്മളെ സഹനങ്ങൾ, നമ്മളോടുള്ള വെറുപ്പ്, നമ്മൾ ആഗ്രഹിക്കാത്ത വേദന നമുക്ക് വരുമ്പോഴും നഷ്ടം നമുക്ക് വരുമ്പോഴും ഇതെല്ലാം പലവരും അപമാനങ്ങൾ നമുക്ക് തരും. ഒറ്റപ്പെടലുണ്ടാകാം. നീ ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഇതിനെക്കുറിച്ച് കുറ്റങ്ങൾ പറയാം. ഇതിനൊന്നും പ്രതികരിക്കരുത്. പ്രതികരിച്ചു പോയാൽ പോയി, നഷ്ടപ്പെട്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് സീക്രട്ടാണ്. നിങ്ങൾ കൂടുതലൊന്നും വേണ്ട. ഒരാഴ്ചത്തേക്ക് ഇതൊന്ന് പരിശീലിച്ച് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഒരാഴ്ച, കൂടുതൽ വേണ്ട. അത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്ക്, ഈ വ്യത്യാസം ഉണ്ടാകുന്ന നിങ്ങൾ നോക്കണം. ഒരാഴ്ചത്തേക്ക് എന്ത് വന്നാലും ഞാൻ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യും. ഞാൻ പ്രതികരിക്കില്ല എന്ത് കിട്ടിയാലും. അതിന് പകരം എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരും. ഒരു പ്രയോജനം ഉണ്ടാകില്ല. നമുക്ക് പലപ്പോഴും നമുക്ക് തോന്നുന്നത്, എന്തിനാണ് ഇത് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്? ഇതുകൊണ്ട് എന്ത് പ്രയോജനം? ഞാനാണെങ്കിൽ ദിവസം കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ദിവസം കൊന്തകളുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷെ ഉടമ്പടി വഴി അമ്മ മാതാവ് ആഗ്രഹിക്കുന്നത് നീ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാകണം. ഈ അനുഗ്രഹങ്ങളൊക്കെ ചെറിയ കാര്യം, അതൊക്കെ നഷ്ടപ്പെടും കുറേ കഴിഞ്ഞാൽ. നിങ്ങൾക്ക് അത് മടുപ്പ് തോന്നിക്കും. വലിയ വീട് ചോദിച്ചവർക്കൊക്കെ അത് കഴിഞ്ഞാൽ ആ വീടിനോട് മടുപ്പ് തോന്നും. ഒന്നുകൂടി വലുത് വേണമെന്ന് തോന്നിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവത്തിൻ്റെ സ്വന്തം ആകണം, അതായിരിക്കണം നമ്മളെ ആഗ്രഹം. അപ്പോൾ നമ്മൾ ഈ സഹനങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് സമ്പാദ്യം ഉണ്ടാക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കയ്യിൽ സമ്പാദ്യം ഉണ്ടാകണം. അവരെയാണ് ദൈവം പ്രയോജനപ്പെടുത്തുക. സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് വരുന്ന സഹനങ്ങളെല്ലാം, അനാവശ്യമായിട്ട് നീ അനുഭവിക്കുന്ന വേദനകളെല്ലാം നീ ദൈവത്തിന് വേണ്ടി കാഴ്ചവെക്കണം. കുറ്റം പറയാതെ ദൈവത്തിന് വേണ്ടി കാഴ്ചവെക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി കാഴ്ചവെക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹം ഒരു ആത്മാവും നഷ്ടപ്പെട്ടു പോകരുത്. എല്ലാ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കണം. നീ വീട്ടിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു കല്ലേക്ക് തട്ടി കാലിൽ ചോര, പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. പള്ളിയിരുന്ന് കുർബാന കഴിഞ്ഞിട്ടാണ് പോകുന്നത്. വീണ് പള്ളിയിരുന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് തോന്നി, ഒരുത്തനോട് ഇല്ല ഒരുത്തിയോട് ക്ഷമ പറഞ്ഞേക്കാം. ക്ഷമ പറയാൻ പോകുമ്പോഴാണ് 4 പേരുടെ മുമ്പിൽ വെച്ചാൽ കൂടുതൽ ചീത്ത അങ്ങോട്ട് കേൾക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഭർത്താവായിട്ട് രമ്യപ്പെടാം, ദിവസം വഴക്കാണ് എന്ന് പറയുമ്പോഴാണ് ഇല്ലാത്തത് പറഞ്ഞ് പിന്നെയും തലയിൽ കയറുക. പ്രൈസ് ദി ലോർഡ്. അപ്പം പറയണം, ഈശോയെ എനിക്കൊരു പരാതിയുമില്ല, ഈ സമ്പാദ്യം ഇത് ഞാൻ കാഴ്ചവെക്കുക. ഒരു ആത്മാവിനെ ഇതിൻ്റെ പേരിൽ നീ രക്ഷിക്കാൻ പറ്റുമോ? ഇങ്ങനെയാണ് നിനക്ക് സമ്പാദ്യം കിട്ടുക. ദൈവത്തിൻ്റെ ദാസൻ നന്ദി അർഹിക്കുന്നില്ല. ലൂക്ക 17:19 ഈശോ പറയുകയാണ്. അപ്പോൾ ഈ പ്രതിഫലം നിനക്ക് കിട്ടരുത്. നീ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും നമ്മളെ വിചാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രതിഫലം കിട്ടണം. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മക്കൾ IAS പാസ്സാകണം, അല്ല എൻ്റെ കടങ്ങളൊക്കെ ഒറ്റയടിക്ക് തീരണം. ദൈവം അതൊക്കെ തീർത്ത് തരും. ദൈവം നോക്കാം നിൻ്റെ കർച്ചൽ ഭയങ്കര കർച്ചലാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ലിസ്റ്റിലാക്കി ദൈവത്തിൻ്റെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതെല്ലാം വിട്ടിട്ട് നീ കറച്ചലോ എനിക്ക് അത് വേണം ഇത് വേണം, അത് തരും ദൈവം. കൊളോസ്യർ 3-ാം അധ്യായം 2-ാം തിരുവചനം, നിൻ്റെ ശ്രദ്ധ
നിൻ്റെ ചിന്തയും സ്വർഗത്തിലേക്കായിരിക്കണം, ലോകത്തിലേക്കില്ല. സ്വർഗത്തെക്കുറിച്ചായിരിക്കണം, ദൈവരാജ്യത്തെക്കുറിച്ചായിരിക്കണം. നമ്മളെല്ലാവരും ലോകത്തെക്കുറിച്ചാണ് നമ്മളെ ചിന്തയല്ല. പിന്നെ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അതെല്ലാം ദൈവം ചെയ്തു തരും. എൻ്റെ ഈ പ്രശ്നങ്ങൾ തീരണം, നമ്മുടെ നിയോഗങ്ങളെല്ലാം നടക്കണം. പലവരും കൗൺസിലിങ്ങിന് എന്നെ വിളിച്ചിട്ട് പറയണം, ബ്രദറെ ഞാൻ കൗൺസിലിംഗ് എടുത്ത എനിക്ക് 2 കാര്യം നടന്നു, ഒന്നും നടന്നിട്ടേ ഇല്ല. അപ്പോൾ 3 കാര്യം എടുത്തെങ്കിൽ 3 കാര്യവും നിൻ്റെ ശ്രദ്ധ ലോകത്തെക്കുറിച്ചാണ്, സ്വർഗത്തെക്കുറിച്ചില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നീ മൊത്തം ഇതെല്ലാം സൈഡായിട്ട് വെച്ചോ. മത്തായി 6:33 നീ ദൈവരാജ്യം അന്വേഷിക്കുമ്പോഴത്തേക്ക് നിൻ്റെ ശ്രദ്ധ ദൈവരാജ്യത്തിലേക്കാണെങ്കിൽ ബാക്കിയെല്ലാം നിനക്ക് നൽകപ്പെടും. അപ്പോൾ എന്തിനാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എന്താ പ്രതിഫലം? എന്തിനാ എനിക്കെന്ത് പ്രതിഫലം? എനിക്ക് എല്ലാവരെ പോലെ കുറച്ച് ബിസിനസ്സും കിട്ടി, നല്ല സമ്പന്നനായി, ഈ ലോകത്തിൽ സമ്പന്നനായി, പേരും പ്രശസ്തിയുമായി ജീവിച്ചാൽ പോരെ. പക്ഷെ ദൈവമായിട്ട് ബന്ധമുണ്ടാകില്ല. എപ്പോഴും ജീവിതകാലം മൊത്തം ജനിച്ചതിലിരുന്ന് മരിച്ച് വരെ വിശപ്പിന് വേണ്ടി കരഞ്ഞ് ഭക്ഷണം കഴിച്ച് ജീവിതം അവസാനിപ്പിക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രതിഫലം എന്താണ്? അത് ഉൽപ്പത്തി 18:23 എബ്രാമിനെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ, ദൈവത്തിൻ്റെ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുത്തപ്പോൾ കുറേ സമ്പാദ്യം കൊടുത്ത്. സമ്പാദ്യം എങ്ങനെയാണ്? ദൈവം ഒരിക്കലും സമ്പാദ്യം അങ്ങനെ വെറുതെ ഒന്നും കിട്ടിയൊന്നുമില്ല. സഹനത്തിൻ്റെ അകത്താണ് സമ്പാദ്യം വെച്ചിരിക്കുന്നത്. സഹനത്തിൽ നീ ദൈവത്തിൻ്റെ കൂടെ നിൽക്കേണ്ട, അപ്പോൾ നിൻ്റെ നിക്ഷേപം നിനക്ക് കൂടുതലായി കിട്ടും, നിക്ഷേപമായി കിട്ടും, ഡെപ്പോസിറ്റ് ആവും. അതെല്ലാം എല്ലാവരും ഈ ലോകത്തിൽ വെറുക്കുന്നത് ആണ് ഈശോ തിരഞ്ഞെടുത്തത് ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഈ ലോകം വെറുക്കുന്നത് കുരിശിനെയാണ്, സഹനത്തിനെയാണ്, വേസ്റ്റാണെന്ന് വിചാരിച്ചതിനെയാണ് ദൈവം അത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെയാണ് ദൈവം നിക്ഷേപം വെച്ചിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. പിറുപിറുക്കരുത്. സഹനം വരുമ്പോൾ സന്തോഷിക്കുക. അതിൻ്റെ അകത്ത് നിനക്കൊരു സഹനം വരുമ്പോൾ നിനക്കൊരു ആകാംക്ഷ വേണം, സന്തോഷം വേണം. ഇതിൻ്റെ അകത്ത് എനിക്ക് വേണ്ടി ദൈവം കൃപയും അനുഗ്രഹവും വെച്ചിട്ടുണ്ട്. കൃപയുടെ കൂടെ അനുഗ്രഹം ഉണ്ടാവും. കൃപ മാത്രമല്ല, അനുഗ്രഹം ഉണ്ടാവും. അതിന് എന്താ കാര്യമെന്ന് വെച്ചാൽ നീ ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് നിനക്ക് ആവശ്യമുള്ളതൊക്കെ തരും ദൈവം. നമ്മൾ എല്ലാവർക്കുമുള്ള പ്രശ്നം, നമുക്ക് ദൈവം കൃപയ്ക്ക് വേണ്ടിയിട്ട് ഒരു സഹനം തന്നിട്ടുണ്ടാവും. അത് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളയും. ഈശോ നേരിട്ട് പറഞ്ഞ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പുറയിൽ വാ, കുരിശ് കളയരുത്. പലവരിക്കും വീട്ടിൽ കുരിശ് വയ്ക്കാൻ പോലും പേടിയാണ്. എനിക്ക് എൻ്റെ കൗൺസിലിങ്ങിന് വരുമ്പോഴത്തേക്കും കുരിശ് വെച്ചിട്ട് ആ പ്രശ്നം ഞങ്ങൾ എടുത്തത് മാറ്റി. പ്രൈസ് ദി ലോർഡ്. ആദ്യം വീടിൻ്റെ മുമ്പിൽ വലിയൊരു കുരിശ് വയ്ക്കുക. അതിൻ്റെ അകത്താണ് നിങ്ങളുടെ കൃപയും അനുഗ്രഹം ഉള്ളത്. നിങ്ങൾ അങ്ങനെ സമ്പാദ്യം കുരിശിൻ്റെ അകത്താണുള്ളത്, അത് മനസ്സിലാക്കിയോട്ടാ. ഈശോ ഈ ലോകത്തിന് വേണ്ടി രക്ഷ സമ്പാദിച്ച കുരിശിൽ വെച്ചിട്ടാ. കുരിശില്ലാതെ സമ്പാദിക്കാൻ പറ്റില്ല. അപ്പം ഇന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും സഹനം ഉണ്ടെങ്കിൽ അതാണ് സന്തോഷിക്കേണ്ട വിഷയം തന്നെ. സമ്പാദ്യമില്ലാതെ ദൈവത്തിന് നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ പറ്റില്ല. ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ കയ്യിൽ കുറേ അനുഗ്രഹം നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഈ ഉടമ്പടി വഴി കുറേ അനുഗ്രഹം നേടി, ദൈവത്തിന് പ്രയോജനമില്ല അത് വെച്ച്. ഉടമ്പടിയിൽ നിങ്ങൾ ചോദിക്കേണ്ടത് എത്ര പേരാ ചോദിക്കണേ, എൻ്റെ വിശ്വാസം വലുതാക്കി തരണേ, സഹനത്തിൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കണേ. ചോദിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അമ്മയോട് ചോദിക്കും. അമ്മയുടെ ജീവിതം കണ്ട് പഠിക്കുക. സൃഷ്ടാവ് കൂടെ ഉണ്ടായിട്ടും എങ്ങനത്തെ ജീവിതമാണ് ജീവിച്ചത്?
എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പിറുപിറുത്തിട്ടുണ്ടോ? കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ആ അമ്മയുടെ മുമ്പിലല്ലേ മരിക്കുന്നത്? പിന്നെ ഞാൻ ഇതിൻ്റെ പ്രതിഫലം പറഞ്ഞു തരാം. തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ ദൈവത്തിൻ്റെ തിരുമനസ്സ് നമ്മളോട് ആലോചിക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവരോട് ദൈവത്തിൻ്റെ തിരുമനസ്സ് നമ്മളെ അറിയിക്കും. അബ്രാഹാമിനോട് ചോദിച്ചിട്ടാ ദൈവം സോദോം ഗൊമോറയെ ശിക്ഷിക്കാൻ പോകുമ്പോൾ അബ്രാഹാമിനോട് ആലോചിച്ച് ഞാനിങ്ങനെ പോവുകയാണ്. നിങ്ങളോട് ആലോചിക്കും, നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. നീ ഈ വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിക്ക്. നിൻ്റെ കയ്യിൽ സമ്പാദ്യമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി അവരെ രക്ഷിക്കാം. നിനക്ക് വേണ്ടി ഇവർക്ക് മാനസാന്തരം തരാം. നിനക്ക് വേണ്ടി നിൻ്റെ ഭർത്താവിന് മാനസാന്തരം തരാം, നിൻ്റെ മക്കൾക്ക് തരാം, നിൻ്റെ അയൽക്കാർക്ക് തരാം. ദൈവം നിങ്ങളെ അറിയിക്കും ഇവർക്കിപ്പോൾ പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന്. എത്ര പേർക്ക് ഇതിൽ, കുറേ പേർക്ക് അനുഭവം ഉണ്ടാകാം. എനിക്കനുഭവമുണ്ട്. അതിന് നമ്മൾ വില കൊടുക്കണം. പക്ഷെ ദൈവം കൂടെ ഉണ്ടാവും. വിഷമിക്കേണ്ട. ഈ സഹനത്തിൽ ദൈവം കൈ പിടിച്ചുകൊണ്ട് നടക്കും നിന്നെ. ദൈവത്തിന് ഒരാൾ ആവശ്യമുണ്ട് മറ്റുള്ളവരെ രക്ഷിക്കാൻ. മറ്റുള്ളവർ ഈശോനെ അറിയണ്ട, പക്ഷെ അവർ രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സ്വന്തം അനുഭവത്തിരുന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ അച്ഛൻ, ഞങ്ങളെല്ലാം ഹിന്ദുക്കളായിരുന്നു. 2011 ജ്ഞാനസ്ഥാനം എടുത്തത്. അത് ഞാൻ പല സാക്ഷ്യത്തിൻ്റെ സ്പീച്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ആർമിയിലായിരുന്നു. അച്ഛന് ഈശോനെ അറിയില്ല. അമ്മ 97 മരിച്ചതിന് ശേഷം ആർമിയിലായതുകൊണ്ട് മദ്യപാനവും കൂടി. മദ്യപാനമാണ് അത് അഡിക്ഷൻ പോലെ ആയിപ്പോയി അച്ഛന്. എനിക്ക് നല്ല വിഷമമുണ്ടെങ്കിലും പിന്നെ ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാലും അച്ഛന് ഈശോനെ അറിയില്ല. 2009 ഫെബ്രുവരി 2 ആണ് അച്ഛൻ മരിക്കുന്നത്. അന്ന് കാലത്തെ ഞാൻ ദിവസം പോകുമ്പോൾ അച്ഛൻ ഇങ്ങനെ തനിച്ചിരിക്കും. അത് ആർമിയിൽ നിന്ന് കിട്ടുന്ന ആ കുപ്പി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇനി പറയാൻ പോയാൽ വിഷമമാകുമ്പോൾ ഒറ്റയ്ക്കാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടുകയില്ല. 1-2 പ്രാവശ്യം പറയും. അത് വിഷമമാവുമെന്ന് വെച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അച്ഛനങ്ങനെ ഒരു തോന്നലുണ്ടാവും, എന്നോട് അധികാരം ചെയ്യുകയാണ്, എനിക്ക് ആരുമില്ലെന്ന് തോന്നൽ വരുമെന്ന്. ഞാൻ പിന്നെ മിണ്ടില്ല. ഒറ്റയ്ക്കൊരു റൂമിലിരിക്കും. ഞാൻ പോയി കുറച്ച് നേരം സംസാരിക്കും. ശരിക്കും ഭക്ഷണം കഴിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഈ 2 കാലത്താകുമ്പോൾ ഞാൻ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വെള്ള കൊന്ത അമ്മ കാണിച്ചു തന്നു. എൻ്റെ അച്ഛൻ്റെ മുഖവും കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞ്, ഞാൻ പലപ്പോഴും ഈശോനെക്കുറിച്ച് പറയാൻ ഇങ്ങനെ തുടങ്ങും. അച്ഛൻ മദ്യപാനത്തിലായിരിക്കും. അത് നിർത്തും, അത് മനസ്സിലാവുകയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് എൻ്റെ വൈകുന്നേരം വരുമ്പോൾ ഞാൻ അത് കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് അച്ഛന് ഇത് ഒരു വെള്ളക്കൊന്തയും കാണിച്ചതെന്ന്, അച്ഛൻ്റെ മുഖം കാണിച്ചതെന്ന്, ഇന്ന് വീട്ടിൽ പോയിട്ട് അച്ഛനൊരു കൊന്ത അണിയിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് രാത്രി 9 മണി ഞാൻ എൻ്റെ ഓഫീസിലിരിക്കുക. വൈഫിൻ്റെ ഫോൺ വന്ന് അച്ഛൻ ഇങ്ങനെ കുഴഞ്ഞ് വീണ് പെട്ടെന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആംബുലൻസിന്, എൻ്റെ മാനേജറെ കൊണ്ട് ആംബുലൻസിന് ഫോൺ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ കാറെടുത്ത് പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന്. പ്രൈസ് ദി ലോർഡ്. നോക്കുമ്പോഴത്തേക്കും അച്ഛൻ്റെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക, കണ്ണൊക്കെ ഇങ്ങനെ മുകളിൽ പോയിക്കൊണ്ടിരിക്കുക. അവസാന നേരമാണ്. ഞാൻ ഇങ്ങനെ ഹാർട്ട് പ്രസ് ചെയ്യുക, എന്നിട്ട് കാര്യമൊന്നുമില്ല. ആംബുലൻസ് പുറകിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഒന്ന് അച്ഛൻ മരിക്കാൻ പോവുകയാണെന്ന് ഞാൻ ഈശോയോട് പറഞ്ഞു. ഈശോയെ, നിന്നെ അറിയാതെ തന്നെ അച്ഛൻ മരിക്കാൻ പോവുകയാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നുക. അച്ഛൻ്റെ ജീവൻ എന്താവും, നിത്യജീവൻ എന്താവും, അതായിരുന്നു എൻ്റെ സങ്കടം. പരിശുദ്ധാത്മാവ്
എനിക്ക് വെളിപ്പെടുത്തി. വിശ്വാസം ഉണ്ടെങ്കിൽ രക്ഷ പ്രാപിക്കും. ഇപ്പം വിശ്വാസം എങ്ങനെയാണ് ലഭിക്കുന്നത്? അതിനാണ് ഈ ഉടമ്പടിയിൽ നിങ്ങളോട് പറയുന്നത് അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ. റോമ 10:17 കേൾവി കൊണ്ടാണ് വിശ്വാസം ഉണ്ടാകുക. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞ് പെട്ടെന്ന് ബൈബിൾ എടുത്തോട്ട് പോവാം. ഇപ്പോൾ ഞങ്ങളെല്ലാ മുറിയിലും ബൈബിളുണ്ട്. നിങ്ങളെല്ലാ മുറിയിലും ബൈബിൾ ഉണ്ടാകണം കേട്ടോ. ഇരിക്കുന്ന സ്ഥലത്ത് കിടക്കുന്നതിൻ്റെ അപ്പുറം ഒരു 4-5-6 ബൈബിൾ വാങ്ങിച്ച് നോക്കി. ബാഗിൽ എത്ര ബാഗ് യൂസ് ചെയ്യുമോ നിങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ ഒരു ബൈബിൾ ഉണ്ടാകണം. ബൈബിൾ അവളെടുത്ത് ഞാൻ പറഞ്ഞു ഏതെങ്കിലും പേജ് എടുത്ത് പുതിയ നിയമത്തിൽ ഇരുന്ന് വായിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവളെടുത്ത് വായിച്ച് അച്ഛൻ ഞാൻ പറഞ്ഞു ചെവിയുടെ അടുത്തിരുന്ന് വായിക്കുക. അച്ഛൻ്റെ ചെവിയുടെ അടുത്തിരുന്ന് വായിക്കാൻ പറഞ്ഞു. അവൾ വായിച്ച് അച്ഛൻ്റെ ജീവൻ പോയി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് മുകളിലാണ് എൻ്റെ പ്രാർത്ഥനാ മുറി. ഞാൻ അച്ഛനെ കിടത്തി ആരെയും വിളിച്ചില്ല. എനിക്ക് വേറെ ഒരു കാര്യവുമില്ല. അപ്പം നിൻ്റെ കൊളോഷ്യർ 3:2 പറയുന്നത് നിൻ്റെ ശ്രദ്ധ സ്വർഗത്തിലേക്കായിരിക്കണം, നിൻ്റെ ചിന്ത സ്വർഗത്തിലേക്കായിരിക്കണം, ലോകത്തിലേക്കില്ല. നീ ആരെ വിളിക്കണം? ആംബുലൻസ് വിളിക്കണം, നാട്ടുകാരെ അറിയിക്കണം, സ്വന്തക്കാരെ അറിയിക്കണം, അച്ഛൻ്റെ അനിയനുണ്ട്, ചേച്ചിയുണ്ട്, അവരെ അറിയിക്കണം. അതൊന്നുമില്ല പ്രശ്നം. അതൊക്കെ ലോകത്തിൻ്റെ ചിന്തയാണ്. നിൻ്റെ ചിന്ത അച്ഛന് നിത്യജീവൻ കിട്ടുകയല്ലേ, അതാണ് നിൻ്റെയും ചിന്ത. അതായിരിക്കണം. എൻ്റെ മകന് നിത്യജീവൻ, എൻ്റെ ഭർത്താവിന്, എൻ്റെ സ്വന്തക്കാരിക്ക്. എൻ്റെ സ്ഥാനം അവിടെ എന്തായിരിക്കും? ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ സ്ഥാനം എന്തായിരിക്കും? അതായിരിക്കണം നിൻ്റെ വിചാരം. ഞാൻ മുകളിലേക്ക് പോയി അമ്മയോട് പറഞ്ഞു മുട്ടിപ്പേ നിന്ന്. അപ്പം എൻ്റെ ഭാര്യയ്ക്കൊന്നും മനസ്സിലായില്ല. അവരൊക്കെ അവിടെ ഇരിക്കുക. ഞാൻ പറഞ്ഞു ഒന്നും മിണ്ടണ്ട, വാതിലടയ്ക്കെന്ന് പറഞ്ഞു. ആംബുലൻസ് പുറത്തേക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർ വന്നൊക്കെ നോക്കിയാൽ ഒന്നും കാര്യമില്ല. ഞാനല്ലേ വിളിച്ച് പറയട്ടെ. ഞാൻ മുകളിൽ പോയി വാതിലടച്ച് അമ്മയുടെ മുമ്പിൽ ഇരുന്ന്, അമ്മ എൻ്റെ അച്ഛൻ ഒരു കൊച്ചിനെ പോലെ, ആ കൊച്ച് ജനിച്ച് അപ്പത്തന്നെ മരിച്ചാലും ഞാൻ വിശ്വാസിയില്ല, എൻ്റെ അച്ഛനെ രക്ഷിക്കില്ലേ നീ? അച്ഛനെയായി ഈശോനെ കുറിച്ച് പറയാൻ അച്ഛൻ ഈ മദ്യപാനത്തിന് അടിമയായിപ്പോയതല്ലേ, എങ്ങനെയാണ് അറിയിക്കുക? പക്ഷെ എൻ്റെ വിശ്വാസം നിനക്ക് എടുക്കാമല്ലോ, കണക്കിലെടുക്കാമല്ലോ. എൻ്റെ വിശ്വാസം എടുത്തിട്ട് നീ അച്ഛനെ രക്ഷിക്കണമെന്നല്ലോ. അമ്മയോട് ഞാൻ ചോദിച്ച. പിന്നെ അതുമാത്രമല്ല, ഞാൻ വചനം കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വചനം കേൾപ്പിച്ചിട്ടുണ്ടേ. അമ്മയോടെ ഞാൻ പറഞ്ഞ, ഞാൻ കണ്ണും പൂട്ടിയിട്ട് പ്രാർത്ഥിക്കണം. അമ്മയോട് പറഞ്ഞ് ബൈബിള് തുറക്കാൻ പറഞ്ഞു. ഞാൻ ബൈബിള് തുറന്ന് കണ്ണും പൂട്ടി വിരൽ വെച്ചപ്പോഴത്തേക്ക് എനിക്ക് 2 കൊരിന്ത്യർ 4:14 ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു വാക്ക് ബൈബിളിലുള്ളതായിട്ട് എനിക്കറിയില്ല. പലപ്പോഴും വായിച്ചിട്ടുണ്ട്. ഈശോനെ ഉയർപ്പിച്ച ദൈവം നിങ്ങളെ ഉയർപ്പിക്കും എന്ന് വെച്ചാൽ അച്ഛനെ ഉയർപ്പിക്കും. അതിൻ്റെ അടുത്ത വാക്ക് 15 കിടക്കണത്, ഇത് നിനക്ക് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇറ്റ് ഈസ് ഫോർ യുവർ സേക്ക്. നിനക്ക് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടാണ്, നിനക്ക് വേണ്ടിയിട്ടാണ്. അതിന് നിൻ്റെ കയ്യിൽ സമ്പാദ്യം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. മറ്റാത്മാക്കളെ രക്ഷിക്കാൻ നിൻ്റെ കയ്യിൽ സമ്പാദ്യം ഉണ്ടാകണം. നിൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് നിൻ്റെ കയ്യിൽ സമ്പാദ്യം ഉണ്ടാകണം. നിൻ്റെ ഭാര്യയുടെ മാനസാന്തരത്തിന് നിൻ്റെ കയ്യിൽ സമ്പാദ്യം ഉണ്ടാകണം. നീ ഒരാൾക്ക് വേണ്ടിയിട്ട് ക്യാൻസർ മാറണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവൾക്ക് കുറച്ച് കാലം കൂടി തരുന്നത്. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവൾക്ക് കുറച്ച് കാലം കൂടി, അവനിക്ക് കുറച്ച് കാലം കൂടി തരുന്നത്. നിൻ്റെ കയ്യിൽ സമ്പാദ്യം ഉണ്ടാ. നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ കയ്യിൽ സമ്പാദ്യം ഉണ്ടാകണം ഉടമ്പടി വഴി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഇത് വേണം നമ്മൾ ആഗ്രഹം. ദൈവം ആഗ്രഹിക്കുന്നത് ഇതാ. നിന്നെ ഒരു ഉറുമ്പ് കടിച്ചാലും, ദൈവമേ ഇതുപോലെ ഒരു 10 പ്രാവശ്യം ഉറുമ്പിനെ കടിച്ചിട്ടുണ്ട്, ഈ വേദന കൊണ്ട് ഒരു ആത്മാവിനെ രക്ഷിക്കാൻ പറ്റുമോ? ഒരു കരച്ചിലില്ല, ഒരു പരാതിയില്ല, ഒരിക്കലും ഒരു പരാതി പാടില്ല. നീ സമ്പന്നാവും ദൈവത്തിൻ്റെ മുമ്പിൽ. സമ്പന്നത ഉണ്ടെങ്കിൽ ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തും. നിൻ്റെ സമ്പാദ്യം ദൈവം അത് കാഴ്ചയായിട്ട് എടുത്തിട്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തും.
മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അത് പ്രയോജനപ്പെടുത്തും. അപ്പം നീ ദൈവത്തിൻ്റെ സ്വന്തമായി തീരും. ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നീ ജോലി ചെയ്യുന്നവരായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.